ഈ രാജ്യത്ത് ആഹാരമുണ്ടാക്കാനുള്ള നമ്മുടെ കഴിവായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം. കഴിഞ്ഞ 70 വർഷത്തിനിടെ നമ്മൾ പലതും നേടി. ബിസിനസ്സുകൾ വളർത്തി, വ്യവസായങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കി നമ്മുടെ ശാസ്ത്രജ്ഞർ ചൊവ്വയിൽ വരെ എത്തുന്നു. പക്ഷേ ഈ രാജ്യത്തെ ഏറ്റവും വലിയ നേട്ടം വലിയ സൗകര്യങ്ങളോ ആധുനിക ശാസ്ത്രമോ ഇല്ലാതെ പരമ്പരാഗത അറിവ് മാത്രം വെച്ച് നമ്മുടെ കർഷകർ 130 കോടി ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു എന്നതാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. കുറച്ച് കമ്പനി ഉടമകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഹാർവാർഡിലും വാർട്ടണിലുമൊക്കെ പഠിച്ചവരായിരിക്കാം. ഞാൻ നിങ്ങൾക്ക് 10 ഏക്കർ ഭൂമി തരാം. നിങ്ങൾ അവിടെ 5 തരം വിളകൾ ഉണ്ടാക്കി കാണിക്കൂ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകാം. അതൊന്ന് ചെയ്തു കാണിക്കൂ. ഒരു പുസ്തകം വായിച്ച് അതൊന്ന് ചെയ്തു കാണിക്കൂ. ഞാൻ പറയട്ടെ, നമുക്കുള്ള ഏറ്റവും വിലപ്പെട്ട അറിവാണിത്. അതായത് ഏകദേശം 8000 മുതൽ 10000 വർഷത്തെ കാർഷിക പാരമ്പര്യമുണ്ട് നമുക്ക്. നമ്മുടെ കർഷകൻ അയാൾ നിരക്ഷരനായിരിക്കാം, പക്ഷെ മണ്ണിനെ ഭക്ഷണമാക്കി മാറ്റുന്ന ആ മാജിക് അയാൾക്കറിയാം. അതൊരു നിസ്സാര കാര്യമല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇന്ന് ഉച്ചഭക്ഷണത്തിനൊപ്പം, നിങ്ങളുടെ ഭക്ഷണത്തിനൊപ്പം അല്പം മണ്ണുകൂടി സൈഡിൽ വയ്ക്കൂ. ഒരു അച്ചാർ പോലെ ഇടയ്ക്ക് അല്പം മണ്ണുകൂടെ കഴിച്ചു നോക്കൂ. മണ്ണിനെ ഭക്ഷണമാക്കി മാറ്റുന്നതിൻ്റെ വില അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. നഗരത്തിലുള്ളവർ കരുതുന്നത് ആഹാരം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരുന്നതെന്നാണ്. ഭക്ഷണം വരുന്നത് കടയിൽ നിന്നല്ല, അത് മണ്ണിൽ നിന്നാണ് വരുന്നത്. ഈ മണ്ണിനെ ഭക്ഷണമാക്കി മാറ്റാൻ ചിലർക്കെങ്കിലും അറിവുണ്ടായേ തീരൂ.